പാടുന്നവനും ശ്രദ്ധിക്കണം. കലാമുകൾ അത് അവരുടെ സ്വന്തം കൗമിനോട് പറഞ്ഞതുണ്ടാവും, സ്വകാര്യമായി പറഞ്ഞതുണ്ടാവും, കറാമത്ത് പോലെയല്ല, അതെല്ലാം പറയാനുള്ളതാണ്. കലാമുകൾ സിറായ കലാമുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചോദിച്ച് അന്വേഷിച്ചേ പാടാവും. അല്ലാതെ പാടിയാൽ അതൊന്നും അഹ്ലുസുന്നക്ക് ഏറ്റെടുക്കേണ്ട കാര്യം. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അത് മശായിഖിന്റെ ടീം മാത്രമാണ്. അതിൽ അലിഫ് പോലും ഇവിടുത്തെ വേറൊരു ടീമിനുമില്ല. അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. വലിയ കാര്യത്തിൽ ഇതാ വന്നിന് ഓരോരുത്തർ വാളക്കുളം വന്നോന്ന് വിട്ടുകൊടുക്ക്. 13 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ മഹാനവറുകളെ സംബന്ധിച്ച് എന്തെല്ലാം വിവരക്കേടാണ് ഈ കള്ളത്വരീഖത്തിന്റെ വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമരായവർ അസ്ഹാബുൽ ബദരീങ്ങളാണ്. ആ ബദരീങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് CM വലിയുല്ലാഹി തങ്ങൾ എന്ന് പ്രചരിപ്പിക്കുകയായി ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളെ നിന്ദിക്കുകയാണ് ഈ കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ ചെയ്യുന്നത്. മഹാനവറുകളുടെ പേരിൽ എന്തെല്ലാം വിവരക്കേടുകളാണ് ഈ കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇവനൊക്കെ എങ്ങനെ മാളത്തിലിരിക്കുക, എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് വേണം പുറത്തു വരാൻ. ഏടെ കുരുവട്ടൂർ ഗണ്ണൻ എന്ന് പറഞ്ഞ് വന്നെന്താ ഈ ഗണ്ണനെല്ലാം കൂടി ഇപ്പൊ എടെത്തി? എന്താ ഇങ്ങോട്ട് കാണാത്ത, ഇങ്ങോട്ട് ഇറങ്ങി വാ. പേര് കുരുവട്ടൂർ ഗണ്ണൻ എന്നിട്ട് പ്രസിദ്ധീകരിക്ക്. ഞങ്ങളുടെ ആശയം ഞങ്ങൾ നേരിട്ട് പറയുന്നുണ്ട്, അതിന് വേറെ പാട്ട് വെച്ച് ഞങ്ങളെ പറയേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ ഒരു പാട്ടുകാരൻ പാടിയാൽ, ഒരു പാട്ടുകാരൻ പാടുകയാണ് മടവൂർ ശൈഖുനാന്റെ കലാമായി 313 ബദരീങ്ങൾക്ക് ഞാൻ പോരെ, നിങ്ങൾക്ക് ഞാൻ പോരെ, അതാ ചോദിക്കണ്. എന്താ മശായിഖിന്റെ കലാമ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറ, നിങ്ങളാകെ പഠിച്ചത് എന്താ? നിങ്ങൾ 10-15 കൊല്ലം കുരുവട്ടൂരുകൾ കള്ളത്തൊരീഖത്താണെന്നുള്ളതിനെ പക്ഷെ അത് ഏതായാലും സമ്മതിച്ചല്ലോ. അത് നല്ല കാര്യമായി. അത് നമ്മൾ കള്ളത്തൊരീഖത്തിന്റെ വിവരക്കേടാണ് വിമർശിച്ചത്. അപ്പം നൗഷാദിന് തോന്നി അത് ഓനെക്കുറിച്ചാണെന്നുള്ളത്. കാരണം അൽ ഇത്ലാഖു യർജി വലൽ ഫർദിൽ കാമിലിനാണ്. ഒരു വിഷയത്തെക്കുറിച്ച് നിരുപാധികം പറയുമ്പോൾ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് ടീമിലേക്കാണോ അവരിലേക്കാണ് അത് മടങ്ങുക. അപ്പോൾ കള്ളത്തൊരീഖത്തുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ ഇവരാണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അതേതായാലും നൗഷാദിൻ്റെ തൊള്ളിയിൽ നിന്ന് തന്നെ വന്നു. പിന്നെ കുരുവട്ടൂർ ഗണ്ണനം എന്ന പേരിൽ ഇപ്പോൾ വരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല നൗഷാദെ. നൗഷാദും ഈ ടീമും ഇവരിങ്ങനെ കിതാബ് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പറയുമ്പോൾ, ഔലിയാക്കളെ പേര് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ചില സാധാരണക്കാരായ കുറച്ചൊക്കെ ഈമാനുള്ള ആളുകൾക്കെങ്കിലും ചെറിയ സംശയമൊക്കെ വന്നിരുന്നു. ഇവരുടെ കയ്യിൽ എന്തെങ്കിലും നന്മയുണ്ടോ, കിതാബ് വായിക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ പലർക്കുണ്ടായിരുന്നു. അത് തിരുത്തി കൊടുക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഗണനം നടത്തിയത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ശരിയായ ബാത്തുലിൻ്റെ ആളുകളാണ് എന്നത് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. ഗ്ലോബൽ വില്ലേജും മറ്റേ വില്ലേജും ഒക്കെ വന്നപ്പോൾ ഇവരുടെ ത്വരീഖത്തിൻ്റെയും ഷിയത്തിൻ്റെയൊക്കെ അവസ്ഥ ഏത് സാധാരണക്കാരനും ബോധ്യപ്പെട്ടു. ചെറിയ വിദ്യാഭ്യാസമുള്ള അറിവ് വിജ്ഞാനമുള്ള ഒരു മുഅ്മിന് പാലിക്കുന്ന സൂക്ഷ്മത പോലും പാലിക്കാത്ത ഇവരാണ് നമ്മുടെ വലിയ വലിയ ആലിമീങ്ങളോട് വറ അവിടെ എന്നൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിലൂടെയൊക്കെ വറ ഇങ്ങോട്ട് കണ്ടപ്പോൾ ഇത് കൃത്യമായ സ്വഹിബുൽ ബക്കറ്റ് തന്നെയാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ പിന്നെ ഇനിയൊരു ഖണ്ഡനം നടത്തിയിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് സ്വഹിബുൽ ബക്കറ്റ് തന്നെ എല്ലാവർക്കും അയാൾ ആരാണ് എന്നത് മനസ്സിലാക്കി കൊടുത്ത സ്ഥിതിക്ക് ഇനി നമ്മളെ വിലപ്പെട്ട സമയം അതിന് കളയേണ്ടതില്ല. പിന്നെ നിങ്ങളീ പറയുന്ന കുഫറും അതുപോലെ വിവരക്കേടുകളുമൊക്കെ പണ്ഡിതന്മാരോടുള്ള പരിഹാസവും സർവ്വതും പകൽ വെളിച്ചം പോലെ ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി സമയം കളയേണ്ടതില്ല. ഇനി ഈ പാട്ടുകാരൻ അയാൾ പറഞ്ഞത് പച്ച കുഫറാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അതിനെ വ്യാഖ്യാനിക്കണം എന്നാണ് ഇപ്പോൾ ഓൻ പറയുന്നത്. അതിനെന്തിനാണ് വ്യാഖ്യാനിക്കുന്നത്? ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താണ് എന്നത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അത് വ്യാഖ്യാന സഹിതം മനസ്സിലാക്കേണ്ടതാണ് എന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളുമൊക്കെ അതിനെ ആ വ്യാഖ്യാന സഹിതമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. വജ്ഹി കലാമൽ ഖൗമി എന്ന് പറഞ്ഞാൽ അൽ ഖൗമിന്റെ വാക്കിന് നല്ല വ്യാഖ്യാനം നൽകണം എന്നാണ്. ഇതുപോലെ കള്ളത്തൊരീഖത്തുകാരെന്തെങ്കിലും ഇവരൊക്കെയും കുഫറും പറയുമ്പോൾ അതിനൊക്കെ വ്യാഖ്യാനിച്ച് നന്നാക്കേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കില്ല. അപ്പോൾ ഈ പാട്ടുകാരൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ അതേ കുഫറാണ്. നിങ്ങളേതാണ് ടീം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായല്ലോ. മതം വേണ്ട,
എന്ന് പറഞ്ഞ ആ സൂഫി ബോർഡും നിങ്ങളും തമ്മിലുള്ള ബന്ധം, ആ അരമന സത്യമൊക്കെ എല്ലാവർക്കും വ്യക്തമായൊരു സംഗതിയാണ്. അത് തന്നെയാണ് നിങ്ങൾ പറയുന്ന കുഫർ തന്നെയാണ് ഇവർ എന്താണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുത്തുബും അള്ളയും രണ്ടല്ല ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞത് നൗഷാദാണ്. സി.എം. വലിയുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവരുടെ കഴിവ് ഹഖീഖത്തൻ കഴിവാണ് എന്ന പച്ചക്കുഫർ പറഞ്ഞത് കുരുവട്ടൂരികളാണ്, നൗഷാദാണ്. മഹാന്മാർക്ക് അള്ളാഹു താല കഴിവ് കൊടുക്കുന്നത് മൊബൈൽ കൊടുത്ത പോലെയാണ്, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു താല നിസ്സഹായനായി എന്ന കുഫർ പറഞ്ഞത് ഈ കുരുവട്ടൂരികളാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ആ കുഫറിനെ നിങ്ങളിൽപ്പെട്ട ഈ കള്ളത്തുരിക്കത്തരൻ പാട്ടായിട്ട് പാടി, അത്രേ പേര് വ്യത്യാസമുള്ളൂ. സൂഫി ബോർഡിൻ്റെ ആളുകൾ മതം വേണ്ടാന്ന് തുറന്നു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വക്രീകരിച്ച് പറയുന്നു. സംഗതിയൊക്കെ ഒന്നേനാ, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന കുഫറിനെ വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യവും ഞങ്ങൾക്കില്ല. സി.എം. വലിയുള്ളാഹി തങ്ങൾ പടച്ചവനാണെന്ന് മുമ്പ് പാട്ടുപാടിയ ഈ ചങ്ങായി ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോലും 313 ബദരീങ്ങൾക്ക് ഞാൻ മതിയെന്ന്. ആരോട് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? വല്ല തെളിവുണ്ടോ? സി.എം. വലിയുള്ള പറഞ്ഞു എന്ന് കളവ് മാത്രം പറയുന്ന ഇയാൾ പറഞ്ഞാൽ, കള്ളത്തുരികത്ത് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട ബാധ്യത എന്താണ് ഞങ്ങൾക്കുള്ളത്? അതേസമയത്ത് വൈലത്തൂർ തങ്ങൾ ജീവിതകാലം മുഴുവൻ സി.എം. വലിയുള്ളാഹി തങ്ങൾ സാധ്യമായി ജീവിക്കുകയും സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വലിയൊരു സയ്യിദാണ്. ബഹുമാനപ്പെട്ട ഒരു സി.എം. വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ കളവ് പറയില്ല എന്നുള്ളത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വൈലത്തൂർ തങ്ങൾ പറഞ്ഞതിനെ സി.എം. വലിയുള്ളാഹി തങ്ങളുടെ വാക്കായിട്ട് ഉദ്ധരിച്ചതിനെ അതിനെ വ്യാഖ്യാനിക്കണം. അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കും പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും അറിയാം. ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കിന് പ്രത്യക്ഷത്തിൽ തന്നെ യാതൊരു പ്രശ്നമില്ല. എന്താണ്? എൻ്റെ മിസിലില്ല എന്നാണ് പറഞ്ഞത്. മിസിൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും മിസിൽ ഇല്ല, ഓരോരുത്തരും അവരുടേതായ വ്യക്തിത്വത്തിലും ശാരീരിക പ്രകൃതിയിലൊക്കെ ഒറ്റയാൾ തന്നെയാണ്, അതിന് വേറൊരു മിസിലില്ല. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ അതിന് യാതൊരു വിഷയമില്ല. ഇനി എന്നെപ്പോലെ ശ്രേഷ്ഠതയുള്ള ഒരാളില്ല എന്ന അർത്ഥമാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ അത്തരം ഒരു പദപ്രയോഗങ്ങൾ ഔലിയാക്കൾ നടത്തുമ്പോൾ അത് അവരുടെ ജീവിതകാലത്ത്, അപ്പോൾ സി.എം. വലിയുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്ത് മറ്റൊരാളില്ല എന്നാണ് അതിന് അർത്ഥം വെക്കേണ്ടത് എന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അടക്കമുള്ള ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യാഖ്യാന സഹിതം വൈലത്തൂർ തങ്ങൾ സി.എം. വലിയുള്ളാഹി തങ്ങളുടെ വാക്കായി പറഞ്ഞതിനെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ സി.എം. വലിയുള്ള പറഞ്ഞു എന്ന പേരിൽ ഈ കള്ളത്തൊരീകത്തരൻ പാടിയത് അത് പച്ചക്കള്ളമാണ്. സി.എം. വലിയുള്ളാഹിന്റെ പേരിൽ പച്ചക്കളവ് പറഞ്ഞിട്ട് കുഫർ പറയാം. അതിനെ പിന്നെ നൗഷാദ് വ്യാഖ്യാനിച്ചത് എങ്ങനെ? 313 ബദരീങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ മതിയും സി.എം. വലിയുള്ളാഹി തങ്ങൾ അങ്ങനെ പറയോ? അതാ പറയുന്നത് നിങ്ങൾ പച്ച കുഫറും തോന്നിവാസമായി പറയുന്നത്. സി.എം. വലിയുള്ളാഹി തങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായവരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങൾ ലോകാവസാനം വരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും കാവലാണ്. അവരെ കൊണ്ടാണ് ഇനി ലോകാവസാനം വരെയുള്ള മുഴുവൻ ഔലിയാക്കളും ഔലിയാക്കളായി മാറുന്നത്. അപ്പോൾ ആ ബദരീങ്ങളുടെ സ്ഥാനത്ത് പിന്നെ സി.എം. വലിയുള്ളാഹി തങ്ങൾ നിൽക്കും എന്ന് സി.എം. വലിയുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെപ്പോലുള്ള ആളല്ല സി.എം. വലിയുള്ള എന്ന് ചുരുക്കി മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കുഫറിനൊന്നും വ്യാഖ്യാനിക്കേണ്ട ഒരു ബാധ്യതയും ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കില്ല. ബഹുമാനപ്പെട്ട വൈലത്തൂരി തങ്ങൾ പറഞ്ഞതുപോലെയാണ് ഈ കള്ളത്തുരീകത്തരൻ പറഞ്ഞ കുഫർ എന്ന് പറഞ്ഞാലും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കൂല. വൈലത്തൂരി തങ്ങൾ ആരാണ്, നിങ്ങൾ കള്ളത്തുരീകത്തർ ആരാണ്, ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കറിയാം.